إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله وإياي أولا بالتقوى الله بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമേ എന്നും പ്രവാചക ചര്യകൾ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൂടി ജീവിക്കണമേ എന്നുകൂടിയും എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ശക്തമായ ഭാഷയിൽ അള്ളാഹു അതിനെ നമ്മെ ഏവരെയും തുണയ്ക്കുമാറാകട്ടെ. ലോക മനുഷ്യർക്ക് കാരുണ്യമായി നിയുക്തനായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നല്ല സ്വഭാവങ്ങളും ഒത്തിണങ്ങിയ വ്യക്തിത്വമായിരുന്നു എന്ന് വളരെ കൃത്യതയോടുകൂടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ അത് വിവരിക്കാൻ സാധിക്കാത്ത നിലയിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മനുഷ്യരോടുള്ള പ്രവാചകൻ്റെ വിനയം
ആളുകളോട് പ്രവാചകൻ കാണിച്ചിരുന്ന താഴ്മ, സമൂഹത്തിൽ പ്രവാചകൻ നിലനിർത്തിയിരുന്ന സത്യസന്ധത, വിട്ടുവീഴ്ച, എല്ലാവരോടും റസൂലുള്ള പുലർത്തിയിരുന്ന കാരുണ്യം, പ്രത്യേകമായ വാത്സല്യം, പ്രവാചകൻ്റെ അനുകമ്പ, ഇതൊക്കെ പ്രവാചകൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിഴലിച്ച് നിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റബീഉൽ അവ്വൽ വരുമ്പോൾ പ്രവാചകൻ്റെ ഈ സ്വഭാവ സവിശേഷതകളെയൊക്കെ പാടിപ്പുകഴ്ത്തി, എന്നാൽ അതിനോടൊന്നും കൂറു പുലർത്താതെ പ്രവാചകൻ്റെ ഈ മഹനീയമായ സ്വഭാവ സവിശേഷതകളെ ചവിട്ടിമെതിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന അനാചാരങ്ങൾ നമ്മൾ ഇത്തരുണത്തിൽ മനസ്സിലാക്കണം. ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ദേഷ്യങ്ങൾ, അതേപോലെ എടുത്തുചാട്ടങ്ങൾ, അക്ഷമ, അനാവശ്യമായി ചില കാര്യങ്ങളിൽ പോയി ചാടുക, എന്നിട്ട് ആ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആധുനിക തലമുറ, നമ്മുടെ തലമുറ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ക്ഷമയും പ്രവാചക ജീവിതത്തിലെ വിട്ടുവീഴ്ചയും പ്രവാചകൻ്റെ വിവേകവും പ്രവാചകൻ്റെ പക്വതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ് പ്രവാചകൻ്റെ വിവേകവും പ്രവാചകൻ പുലർത്തിപ്പോന്നിരുന്ന പക്വതയും. നമ്മളൊക്കെ ഇന്നും ആളുകളുടെ പക്വത നോക്കിയിട്ടാണ് ഒരു മനുഷ്യനെ അളക്കുന്നത്. ഇപ്പോൾ ഖുർആനൊക്കെ പഠിച്ച ഒരു ഇമാമ് നമ്മുടെ പള്ളിയിൽ വന്ന് നമുക്ക് ഇമാമായിട്ട് നിൽക്കുന്നുണ്ടൊരു ഹാഫിളാണ് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പക്വതയെ നമ്മൾ അളക്കും, അല്ലേ? ആ പക്വതയെ പ്രായത്തിൽ കവിഞ്ഞ പക്വത എന്ന്, പ്രായത്തിനതീതമായ പക്വത എന്ന് നമ്മൾ വിലയിരുത്തും. അതൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ്റെ ജീവിതത്തെ പഠിക്കുന്ന നമ്മൾ പുലർത്തിപ്പോരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ സ്വഭാവമാണ് എന്ന് കാണാൻ സാധിക്കും. കാരണം അശ്അജ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത 2 ഉപദേശങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമുല്ലാഹു. ഈ സ്വഹാബിക്ക് അശ്അജ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറയുകയാണ്, നിന്റെ പക്കലുള്ള 2 സ്വഭാവങ്ങൾ, ആ 2 സ്വഭാവങ്ങളെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന്. 2 സ്വഭാവം അള്ളാഹു വലുതായിട്ട് ഇഷ്ടപ്പെടുന്നു എന്ന്. ഒന്നാമത്തേത് റസൂലുള്ള പറഞ്ഞത് അൽ ഹിൽമു, വിവേകമാണ് ഒന്നാമത്തേത്. വിവേകത്തോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. എടുത്തുചാട്ടങ്ങളും വൈകാരികമായ നിലപാടുകളും സ്വീകരിക്കലല്ല ഒരു വിശ്വാസിയുടെ നിലപാട് എന്നാണ് ഇസ്ലാം മനുഷ്യനോട് പഠിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, റബീഉൽ അവ്വൽ മാസത്തിൽ വൈകാരികമായ നിലപാടുകളെടുത്ത് വൈകാരികമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് റോഡ് ബ്ലോക്കാക്കിക്കൊണ്ട് മുസ്ലിം സമൂഹം നീങ്ങുമ്പോൾ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ഒരു സമൂഹമായിട്ട് മുസ്ലിങ്ങൾ മാറുകയാണ് അവിടെ ചെയ്യുന്നത്. പാടില്ല. പിന്നെയോ വിവേകത്തോടുകൂടിയുള്ള പെരുമാറ്റമായിരിക്കണം ഒരു മുസ്ലിം ഉണ്ടാകേണ്ടതെന്ന്. എല്ലാ കാര്യത്തിലും വിവേകമുണ്ടാക്കുക. രണ്ടാമത്തേത് അശ്അജ് റളിയല്ലാഹു അൻഹുവിന്
റസൂലുള്ള കൊടുത്ത രണ്ടാമത്തെ നിർദ്ദേശം വൽ അനാസ്, പക്വതയാണ് അഥവാ അവധാനതയാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത് എന്ന്. പക്വതയോടുകൂടി പെരുമാറണം. ആളുകളെ തിരിച്ചറിഞ്ഞ്, സമൂഹത്തെ കണ്ടറിഞ്ഞ്, ആളുകളെ മനസ്സിലാക്കി പക്വമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാക്കിറാമിനെ പഠിപ്പിച്ചതും പ്രവാചകൻ നിലനിർത്തി പോന്നിരുന്ന ആദർശവുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരോട് മാത്രമല്ല പിന്നെയോ സഹജീവികളായ എല്ലാവരോടും പക്വതയും ആദരവും വിശ്വാസി കാണിക്കണമെന്ന്. ഏതുപോലെ ഒരു മൃഗത്തോടു പോലും പക്ഷികളോട് പോലും അല്ലേ വിവേകത്തോടു കൂടിയായിരിക്കണം ഒരു വിശ്വാസി ഇടപെടേണ്ടുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിരവധി വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അള്ളാന്റെ റസൂല് നമുക്ക് അബീ യഅ്ലാ ശഅദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? പ്രവാചകൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ 6 ഹദീസ് റിപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം വിശദീകരിക്കുന്നത് ഇന്നല്ലാഹ കതബൽ ഇഹ്സാന അലാ കുല്ലി ഷൈഇൻ. അള്ളാഹു നന്മ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കും. നന്മ എല്ലാ കാര്യങ്ങളിലും ഉണ്ട് എന്ന് അത് പടച്ച റബ്ബ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന്. ഫഇദാ ഖതൽതും, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശദ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഫഇദാ ഖതൽതും, നീ ഒരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ, നീ ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനോട് ഫഅഹ്സിനൂ അൽ ഖത്ല, ഏറ്റവും നല്ല നിലയിലായിരിക്കണം അതിനെ കൊല്ലേണ്ടത്. ഏറ്റവും നല്ല നിലയിലായിരിക്കണം അതിനെ കൊല്ലേണ്ടത്. വഇദാ ദബഹ്തും, ഇനിയും ഒരു മൃഗത്തെ നീ ബലിയെറുക്കുകയാണെങ്കിൽ, മൃഗത്തെ ബലിയെറുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഫഅഹ്സിനൂ ദബ്ഹത, ഏറ്റവും നല്ല നിലയിൽ ബലിയെറുക്കണം എന്ന്. എന്നിട്ട് പ്രവാചകൻ അത് വിശദീകരിച്ചു കൊടുക്കുകയാണെന്ത്? വൽയുഹിദ്ദ അഹദുകും ശഫ്റതഹു, അവൻ്റെ പിച്ചാത്തി എന്ത് ചെയ്തുകൊള്ളട്ടെ, ആയുധം മൂർച്ചയാക്കിക്കൊള്ളട്ടെ, മൂർച്ച വരുത്തിക്കൊള്ളട്ടെ. എന്നിട്ട് എന്ത് വേണം? എന്നിട്ടോ വൽയുരിഹ് ദബ്ഹതഹു, അവൻ്റെ അറവിനെ, ആ മൃഗത്തിന് ആശ്വാസം കൊടുക്കുന്നതാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശദ്ദാദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗത്തോടു പോലും കരുണയും വളരെ പക്വതയോടുകൂടി പാകതയോടുകൂടിയായിരിക്കണം അതിനോടുപോലും പെരുമാറേണ്ടത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അല്ലേ? ഇതൊക്കെ നമ്മളൊക്കെ ഓതിയും അതേപോലെ പാടിയുമൊക്കെ സമൂഹത്തെ പഠിപ്പിക്കും, പക്ഷേ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഓരോ വിശ്വാസിയും മനസ്സിരുത്തേണ്ടുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂല് മറ്റൊരു ഹദീസിലൂടെ സഹാബ കിറാമിന് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. നമുക്കറിയാം, ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ നടന്നു പോകുന്ന ഒരു രംഗം. ബൈനമാ റജുലുൻ യംശി ബിത്വരീഖിൻ ഇസ്തദ്ദത് അലൈഹിൽ അത്ശ. പ്രവാചകൻ ഒരു സംഭവം വിവരിച്ചു കൊടുക്കുക സഹാബ കിറാമിന്. ഇങ്ങനെ ഒരാളിങ്ങനെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു? അതിയായ ദാഹമുണ്ടാകുന്നു, അതിയായ ദാഹം. അങ്ങനെ അദ്ദേഹം വെള്ളം നോക്കി നടക്കുമ്പോൾ ഫവജദ ബിഅ്റൻ, ആ മനുഷ്യൻ ഒരു കിണർ കാണുകയാണ്, വെള്ളമുള്ളത്. ഫനസല ഫിഹ, എന്നിട്ട് ആ കിണറ്റിലേക്ക് ആ മനുഷ്യൻ ഇറങ്ങി. ഫശരിബ, ഇഷ്ടം പോലെ വെള്ളം കുടിച്ചു, ധാരാളം വെള്ളം കുടിച്ചു. എന്നിട്ടോ സുമ്മ ഖറജ, വെള്ളം കുടിച്ച് പുറത്തു വരുമ്പോ ഫഇദാ കൽബുൻ യൽഹസു യഅകുലു സറാ മിനൽ അത്ശി, ഒരു നായ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി വെള്ളത്തിന് വേണ്ടി പരാക്രമം കാണിക്കുന്ന രംഗം. അതിങ്ങനെ മണ്ണ് ഇങ്ങനെ കപ്പി തിന്നുകയാണ്, അല്ലേ? നാവിട്ട് അവൻ്റെ ഭൂമിയിൽ മണ്ണിൽ ഉരസുന്നുണ്ട്.
അദ്ദേഹത്തിന് മനസ്സിലായി എന്ത്, ഇതിന് വെള്ളം കുടിക്കാനുള്ള വെപ്രാളമാണ് ഇത് കാണിക്കുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം അവിടെ ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ലഖദ് ബലഅ ഹാദൽ കൽബ് മിനൽ മാഇ, ഈ വെള്ളത്തിന് വേണ്ടിയാണ് ഈ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത് എന്ന്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓർക്കുകയാണ്, ഇച്ചിരി വെള്ളം കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടു, ഞാൻ എത്ര കണ്ട് കഷ്ടപ്പാടും പ്രയാസവും മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്. അതേപോലെ ആയിരിക്കുമല്ലോ ഈ നായുടെയും ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹം എന്ത് ചെയ്യുന്നു, കിണറ്റിലേക്ക് ഇറങ്ങുന്നു. എന്നിട്ട് തൻ്റെ ഷൂസ് അഴിച്ച് അത് നിറയെ വെള്ളം കോരിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കടിച്ചു പിടിച്ചിട്ട് മുകളിലേക്ക് വന്നിട്ട് ആ കൽബിന് എന്ത് ചെയ്യുന്നു, വെള്ളം കൊടുത്ത് ആ കൽബിൻ്റെ നായുടെ ദാഹം തീർക്കുകയാണ്. അല്ലേ? ഇത് കാരണമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുത്തു. നിങ്ങൾ നോക്ക്, മൃഗങ്ങളോട് കരുണ കാണിച്ചതിൻ്റെ പേരിൽ, അതിനോട് വിധേയത്വം കാണിച്ചതിൻ്റെ പേരിൽ, അതിനോട് പക്വത കാണിച്ചതിൻ്റെ പേരിൽ, അതിനോട് കരുണ കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവൻ്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു എന്ന് ഇത് സംഭവം കേട്ട സ്വഹാബ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വ ഇന്ന ലനാ ഫീ ഹാദിഹിൽ പ്രവാചകരെ, ഈ നായയ്ക്ക് വെള്ളം കൊടുക്കുന്നത് കൊണ്ടും അവരെ ആദരിക്കുന്നത് കൊണ്ടും ഞങ്ങൾക്ക് എന്ത് ചെയ്യും, പുണ്യം ലഭിക്കുമോ പ്രവാചകരെ എന്ന് സഹാബാ കിറാമിനോട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനും പുണ്യമുണ്ടോ എന്ന് സഹാബാ കിറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ, പച്ചക്കരളുള്ള ഏതൊന്നിനു പുണ്യം ചെയ്താലും, പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും, ഒരു ജന്തുവർഗത്തിനും, ഒരു മനുഷ്യൻ പുണ്യം ചെയ്താലും അതിന് പ്രതിഫലം ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാ കിറാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ്, ശത്രുക്കളോടും മാത്രമല്ല, നമ്മളിപ്പോൾ മൃഗങ്ങളോടും അതേപോലെ ജീവജാലങ്ങളോടുമൊക്കെയാ പറഞ്ഞത്. ഇനി നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അവരോട് കരുണയോടും പക്വതയോടും അവധാനതയോടും കൂടി പെരുമാറണം എന്നതാണ് ഇസ്ലാമിൻ്റെ വിധി. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകന്റെ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതിനെയൊക്കെ നമ്മൾ വിലയിരുത്തപ്പെടുമ്പോൾ ശത്രുവിനോട് പോലും ലോകത്തിൻ്റെ പ്രവാചകൻ കാണിച്ച കാരുണ്യം എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലേ? എന്തിനേറെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം നമുക്ക് എപ്പോഴും പരിചിതമായ ഒരു സംഭവമാണല്ലോ. ഏതാണ്? ബനൂ മുസ്തലഖ് യുദ്ധം നടന്നിട്ട് ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സഹാബികൾ, ആ യുദ്ധത്തില് പ്രവാചകനോടൊപ്പം പങ്കെടുത്തത് പ്രവാചകന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ഉണ്ടായ അപവാദ പ്രചരണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഹദീസുൽ ഇഫ്ക് എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഏറ്റവും മോശമായ അങ്ങേയറ്റത്തെ ഒരു മനുഷ്യന്മാർ തമ്മിൽ പറയാൻ പോലും മടിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് മടങ്ങി വരുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ചും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചും ആളുകൾ പറഞ്ഞു പരത്തിയത് അത് കപടവിശ്വാസികളിലൂടെ വ്യാപൃതമായി അത് മുസ്ലിങ്ങൾ പോലും ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തില് ചില സാധുക്കളായ വിശ്വാസികളും പെട്ടുപോയി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ചില സാധുക്കള്, ഒന്നും അറിയാത്ത ചില
സാധുക്കളായ സഹാബികൾ ഉൾപ്പെട്ടപ്പോ മിസ്തഹ് റളിയല്ലാഹു അൻഹു ആ വിശ്വാസികളുടെ സമൂഹത്തിലെ ഒരു പാവപ്പെട്ട മനുഷ്യരായിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സഹായങ്ങൾ കൊണ്ട് ജീവിച്ചു പോന്നിരുന്ന, ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന ഈ സഹാബിക്ക് എന്താണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകളൂടെയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ. ആ മകളെ കുറിച്ച്, പ്രവാചകന്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചുണ്ടായ അപവാദ പ്രചരണത്തിന്റെ പേരിൽ ഇനിയും ഞാൻ ഒന്നും നൽകുകയില്ല എന്ന് എന്ത് ചെയ്യുന്നു, മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനെ ഞാൻ ഇനിയും ഒന്നും കൊടുക്കുകയില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുക്കുകയാണ്. കാരണം എന്താണ്, ഒരു പിതാവിന് ഒരു മകളെ സംബന്ധിച്ചിടത്തോളം അപവാദം പറഞ്ഞു വരുത്തിയ ആൾക്ക് കൊടുക്കാതിരിക്കുക എന്നത് പലപ്പോഴും ന്യായമായിട്ട് തോന്നാം നമുക്ക്, അല്ലേ? അതൊരു ന്യായമാണ്. കാരണം എന്താണ്, സ്വന്തം മകളെ കുറിച്ച് അപവാദം പറയുമ്പോൾ അത് പറഞ്ഞു വരുത്തുന്ന ഒരു വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക എന്നത് എന്താണ് അത് പലപ്പോഴും ഒരു ന്യായമായിട്ട് നമുക്ക് തോന്നാമെങ്കിൽ പോലും എന്താണ്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ ഒരു സംഭവവുമായി ബന്ധപ്പെടുത്തി അതിൽ യാതൊന്നുമില്ല എന്നും അങ്ങനെ ഒരു അപവാദവും ഇല്ല എന്നും അള്ളാഹിന്റെ ഖുർആൻ ആയത്തിറക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിരപരാധിത്വം എന്ത് ചെയ്യുന്നു, തെളിയിക്കുന്ന സംഭവം വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ കൂട്ടത്തിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങുകയാണ് വിശുദ്ധ ഖുർആനിൽ. എന്താണ് ആയത്ത്? വലാ യഅ്തലി ഉലുൽ ഫളി മിൻകും വസ്സഅതി അൻ യുഅതു ഉലിൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ് വൽഅഫു വൽഅസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്ത് നൂറിന്റെ 22-ാമത്തെ ആയത്തിറങ്ങുകയാണ്. എന്താണ്? ശ്രേഷ്ഠതയുള്ള ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠതയുള്ള ആളുകള്, നിവൃത്തിയുള്ള ആളുകള്, കുടുംബ ബന്ധുക്കളായ ആളുകൾക്കും സാദിക്കളായ ആളുകൾക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോന്നിട്ടുള്ളവർക്കും തങ്ങളൊന്നും കൊടുത്തു വരുന്നതിനെ ഇനിയും ഒന്നും കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്തു പറയുകയാണോ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വാദത്തെ വിമർശിക്കുകയാണ് ഖുർആൻ. എന്നിട്ട് പറയുന്നു, വൽഅഫു വൽഅസ്ഫഹു വലാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അല്ലാഹു നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണമെന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ, അതല്ലേ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്? അതേപോലെ അല്ലാഹുവിന്റെ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹുവാണെന്ത്, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമെന്ന് ഈ ആയത്തിറങ്ങിയപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത പ്രഖ്യാപനം എന്താണ്? മിസ്തഹ് റളിയല്ലാഹു അൻഹുവിന് ഇനിയും കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുക്കും. കാരണം എന്താണ്? എനിക്ക് പുറത്ത് കിട്ടണം, എനിക്ക് വിട്ടുവീഴ്ച കിട്ടണം, എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടണം. ഇതായിരിക്കണം വിശ്വാസികളെ, ശത്രുക്കളോടുള്ള നിലപാട് പോലും വിശ്വാസികൾ ക്രമീകരിക്കേണ്ടത് എന്നതാണ് ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നത്, അല്ലേ? നമ്മുടെ ശത്രുക്കളാണ് എങ്കിൽ പോലും അവരെ മിത്രങ്ങളാക്കിയെടുക്കാനുള്ള ത്വരയായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടുന്നത് എന്ന് അള്ളാഹിന്റെ പ്രവാചകൻ ഈ ഹദീസിലൂടെ, ഈ സംഭവങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. അള്ളാഹിന്റെ പ്രവാചകന്റെ ഹദീസ് കാണാമല്ലോ, സിൽമിൻ ഖതഅക, നിന്നോട് ബന്ധം മുറിച്ച ആളുകളുണ്ടല്ലോ, നീയുമായിട്ട് ബന്ധം മുറിച്ച ആളുകളോട് ബന്ധം ചേർക്കണം. അത് ഇസ്ലാമിന്റെ ചര്യയാണ്, അല്ലേ? ബന്ധം മുറിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകാം, നമ്മുടെ ബന്ധുമിത്രാദികൾ ഉണ്ടാകാം, നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഉണ്ടാകാം, സഹോദരന്മാരുണ്ടാകാം. പ്രിയപ്പെട്ട വിശ്വാസികളെ, അള്ളാഹിന്റെ പ്രവാചകന്റെ ചരിതങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുന്ന നാളുകളെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകനെ ഏറ്റവും അധികം പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്യുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠ കാണിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ വളരെ കൃത്യമായി പറയുന്നു, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ അങ്ങോട്ട് ചെന്ന് ബന്ധം ചേർക്കണം. അതാണ് ഇസ്ലാമിന്റെ മാർഗം.
അതാണ് ഇസ്ലാമിന്റെ ചരിതം. നിനക്ക് നൽകാതിരിക്കുന്നവന് നീ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം. അല്ലേ? നിനക്കെന്തെങ്കിലും ആരെങ്കിലും നൽകാനുണ്ടെങ്കിൽ നിനക്ക് തടയുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നീ നൽകണം. അല്ലേ? ഇങ്ങോട്ട് തന്നാലേ അങ്ങോട്ട് ഞാൻ കൊടുക്കൂ എന്നത് വേണ്ട എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാനവികമായ പക്വതയുടെ ഭാഗമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് വിശ്വാസികളുടെ അവധാനത. അതാണ് വിശ്വാസികൾ പുലർത്തേണ്ടുന്ന ധന്യമായ ഇടപാടുകൾ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു. കഴിഞ്ഞില്ല, നിന്നോട് അക്രമം കാണിക്കുന്ന ആളുകളോട് അവർക്ക് പുറത്തു കൊടുക്കുക എന്നത് നീ നിർവഹിക്കപ്പെടേണ്ടുന്നതാണ്. നമ്മളോട് അക്രമം കാണിക്കുന്ന ആളുകൾ, നമ്മളെ ആക്രമിക്കുന്ന ആളുകൾ, അവർക്ക് പോലും പൊറുത്തു കൊടുക്കാൻ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ ആയിരിക്കണം ഒരു വിശ്വാസി എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്രയെത്ര ഗുണ പാഠങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ പുറത്തു കൊടുത്ത എത്രയെത്ര ശത്രുക്കൾ, പ്രവാചകനെ ആക്രമിക്കാൻ വന്ന, പ്രവാചകനെ കൊല്ലാൻ വന്ന, പ്രവാചകന്റെ സഹാബാ കിറാമിനെ കുഴിച്ചു മൂടിയ എത്രയോ ആളുകൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ണീരോടെ വായിക്കാൻ സാധിക്കുന്ന, പഠിക്കാൻ സാധിക്കുന്ന എത്രയോ ആളുകളുടെ ചരിത്രം. ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണല്ലോ സുമാമ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം. സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന സ്വഹാബി, ആദ്യം സ്വഹാബിയല്ല, യമാമ രാജ്യത്ത് അവിടുത്തെ ഭരണാധികാരിയായിട്ട് അദ്ദേഹം വാഴുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ വ്യക്തമായ നിലപാടുകൾ എല്ലാ രാജാക്കന്മാർക്കും അറിയിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ സുമാമയ്ക്കും എന്ത് ചെയ്യുന്നു? കത്തുകൊണ്ട് കൊടുക്കുകയാണ് സ്വഹാബികൾ. ആ കത്തിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂലിനെ പഴിചാരുകയും പ്രവാചകനെ അധിക്ഷേപിക്കുകയും കണ്ടിടത്ത് വെച്ച് പ്രവാചകനെ എവിടെ വെച്ച് കണ്ടാലും ഞാൻ കൊല്ലും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സുമാമ. സഹാബികളെയൊക്കെ കൊല്ലുക, ക്രൂരമായിട്ട് സഹാബാ കിറാമിനെ കൊല്ലാൻ പ്രേരണ നൽകുകയും കൊല്ലുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു സുമാമ. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ അധികമായപ്പോൾ, വല്ലാതെ ഉപദ്രവം തുടർന്നപ്പോൾ, വല്ലാതെ മുസ്ലിം സമൂഹത്തെ, മുസ്ലിങ്ങളെ, വിശ്വാസികളെ വല്ലാതെ ഉപദ്രവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഓർഡർ ഇട്ടു, സുമാമയെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണം. എവിടെ വെച്ച് സുമാമയെ കണ്ടുമുട്ടുന്നോ അവിടെ വെച്ച് കൊന്നു കളഞ്ഞേക്കുക എന്ന ഓർഡറാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇട്ടത്. അങ്ങനെ സുമാമ എന്ത് ചെയ്യുന്നു? ഉംറ നിർവഹിക്കുക എന്ന, മക്കയിൽ വന്ന് ഉംറ നിർവഹിച്ചുകൊണ്ട് തൻ്റെ ആരാധ്യന്മാർക്ക്, തൻ്റെ വിഗ്രഹങ്ങൾക്ക് ബലിയറുക്കുക എന്ന ആ ഒരു മനസ്സുമായിക്കൊണ്ട് മക്കയിലേക്ക് വരുന്നുണ്ട് സുമാമ. മക്കയിലേക്ക് വരുമ്പോൾ മദീന കടന്നു വേണം പോകാൻ. മദീനയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്തോ അസ്വാസ്ഥ്യതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായി. മദീനയിൽ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ കാവൽക്കാരായി നിയോഗിച്ച സ്വഹാബാ കിറാം സുമാമയെ എന്ത് ചെയ്യുന്നു? കണ്ടുമുട്ടുകയാണ്. സുമാമയെ വല്ലാത്തൊരവസ്ഥയിൽ കണ്ടുമുട്ടുന്നു. അങ്ങനെ സുമാമയെ പിടിച്ചു കൊണ്ടുവന്ന് പള്ളിയുടെ തൂണിൽ എന്ത് ചെയ്തു? ബന്ധിക്കുകയാണ് സ്വഹാബാ കിറാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ബന്ധിച്ചു കിടക്കുന്നു. അങ്ങനെ പ്രവാചകൻ അദ്ദേഹത്തെ ചെന്ന് നോക്കിയിട്ട് സഹാബയ്ക്ക് കിറാമിനോട് ചോദിച്ചു, ആരാണിതെന്നറിയാമോ നിങ്ങൾക്ക്? ആരാണ് ഈ വ്യക്തി എന്നറിയാമോ? മനുഷ്യനെന്നറിയാമോ? സഹാബികളെ പറഞ്ഞു, ഞങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല. ഇതാണ് സുമാമത്ത് ബിൻ ഉസാൽ, സ്വഹാബാ കിറാമിനെ കൊന്ന, ഇസ്ലാമിന് അങ്ങേയറ്റം പേരുദോഷങ്ങൾ ഉണ്ടാക്കിയ, ഇസ്ലാമിനെ അങ്ങേയറ്റം ആക്രമിച്ച ഒരു മനുഷ്യനാണിത്.
പക്ഷേ ഇദ്ദേഹത്തിന് എന്തു വേണം? നല്ല ഭക്ഷണം കൊടുക്കണം. ഒരു രാജാവാണല്ലോ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഏറ്റവും നല്ല ഭക്ഷണം ഇദ്ദേഹത്തിന് കൊടുക്കണം. ഭാര്യമാരുടെ അടുത്ത് പോയി അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഏറ്റവും നല്ല ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നു. എന്നിട്ട് പ്രവാചകൻ സ്വഹാബാ കിറാമിനോട് പറയുന്നു, രാവിലെയും വൈകുന്നേരവും എൻ്റെ ഒട്ടകത്തെ കറന്നിട്ട് ഇദ്ദേഹത്തിന് പാല് കൊടുക്കണം. രാവിലെയും വൈകുന്നേരവും പാല് കൊടുക്കുക. അതൊക്കെ കുടിച്ച് പിറ്റേ ദിവസം അള്ളാന്റെ റസൂല് സുമാമയുടെ അടുത്ത് പോകുന്നുണ്ട്. എന്നിട്ട് സുമാമയോട് ചോദിക്കുന്നു, സുമാമ എന്താണ് വിശേഷം? എന്തൊക്കെയാണ് വിശേഷം? റസൂലിനോട് പറഞ്ഞു, സുഖം തന്നെയാണ്, ഏറ്റവും നല്ലതാണ്. എങ്ങനെയാ കാര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ വധിക്കുകയാണെങ്കിൽ, അങ്ങനെ കൊന്നുകളയുകയാണെങ്കിൽ ഞാൻ അതിനർഹനാണ്, എനിക്കതിനർഹതയുണ്ട്. ഇനിയും താങ്കൾ എന്നെ വിട്ടയക്കുകയാണെങ്കിൽ അതിനെപ്പോഴും അങ്ങയോട് നന്ദിയുണ്ടാകും. ഇനിയും പണമാണ് ആവശ്യമെങ്കിൽ ആ പണവും താങ്കൾക്ക് ഞാൻ നൽകാം. ആദ്യത്തെ ദിവസം അത് ചോദിച്ചു ഉത്തരവും കേട്ട് റസൂലുള്ള മടങ്ങിപ്പോകുന്നു. രണ്ടാമത്തെ ദിവസം വീണ്ടും തുമാമയുടെ അടുത്ത് വന്ന അല്ലാഹുവിന്റെ റസൂല് ഇത് തന്നെ ചോദിച്ചു. അന്നും അത് തന്നെ മറുപടി. മൂന്നാമത്തെ ദിവസവും റസൂലുള്ള സുമാമയുടെ അടുത്ത് പോയി വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നു. അന്നും അത് തന്നെയാണ് മറുപടി സുമാമ പറഞ്ഞത്. അങ്ങനെ സുമാമയുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടേക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ എന്ത് ചെയ്യുക? അദ്ദേഹത്തെ അഴിച്ചു വിടുക എന്ന് പറഞ്ഞ് സഹാബാ കിറാമിനോട് സുമാമയെ അഴിച്ചു വിട്ടപ്പോ സുമാമ എന്ത് ചെയ്യുന്നു? അടുത്തുള്ള ഈന്തപ്പനത്തോട്ടത്തിലേക്ക് പോയി അവിടുത്തെ ഒരു അരുവിയിൽ പോയി കുളിച്ച് വിശുദ്ധിയായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമക്ഷത്തിൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തു കലിമ സുമാമത്തു ബിൻ ഉസാർ റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ട് സുമാമ പറഞ്ഞ 1-2 വാക്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ആ വാക്യങ്ങള് കണ്ണ് നനയാതെയല്ലാതെ നമുക്ക് വായിച്ചെടുക്കാൻ സാധ്യമല്ല. സുമാമ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി പറയുക, പ്രവാചകരെ, ഏറ്റവും അധികം വെറുത്ത മുഖമായിരുന്നു നിങ്ങളുടേത്. ഇതിനു മുമ്പ് ഞാൻ ഏറ്റവും അധികം വെറുത്ത ഒരു മുഖമുണ്ടായിരുന്നു എങ്കിൽ അത് താങ്കളുടേതായിരുന്നു. പക്ഷേ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു മുഖമുണ്ട് എങ്കിൽ അത് താങ്കളുടെ മുഖമാണ്. ഞാൻ ലോകത്തിൽ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു മതം അത് അങ്ങയുടെ മതമായിരുന്നു. പക്ഷേ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മതം അത് അങ്ങയുടെ മതമാണ്, ഇസ്ലാം മതമാണ്. അതേപോലെ ഞാൻ ഏറ്റവും അധികം വെറുത്തിരുന്ന ഒരു നാടുണ്ടായിരുന്നു, ആ നാട് ഈ രാജ്യമാണ്. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നാട് ഈ നാടാണ്. പ്രവാചകരെ, എനിക്ക് ഉംറ ചെയ്യണം, ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. പ്രവാചകൻ എന്നെ അനുമതി കൊടുത്തു എന്ന് കാണാൻ സാധിക്കും. ഈ സംഭവം, ഇതേപോലെയുള്ള നിരവധി സംഭവങ്ങൾ പ്രവാചകൻ ഉസാമയോട് കാണിച്ച ആ പക്വതയാണ്, ആ അവധാനതയാണ്, ആ ഒരു അനുകമ്പയാണ്, ആ ഒരു കരുണയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ കാണിച്ചത് കൊണ്ടാണ് ഉസാമ റളിയല്ലാഹു അൻഹു ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്നത്. അതായിരിക്കണം ഓരോ വിശ്വാസിയും പുലർത്തേണ്ടുന്നത്. പ്രവാചകന്റെ ചര്യകളും പ്രവാചകൻ പഠിപ്പിച്ച ആദർശവും പ്രവാചകന്റെ ജീവിത രീതിയും പകർന്ന് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ രണ്ടാമതും വസിയത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഇതേപോലെയുള്ള പ്രവാചകൻ്റെ പക്വത പ്രകടമായ ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, വലാ യസ്തവിൽ ഹസനത്തു വല സയ്യിഅ ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. നന്മയും തിന്മയും സമമാവുകയില്ല. നന്മ ഏതാണോ കൂടുതൽ നല്ലതേതോ അതുകൊണ്ട് തിന്മയെ നമ്മൾ എന്ത് ചെയ്യുക? തടുത്തുകൊള്ളുക. അങ്ങനെയെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ആളുകൾ പോലും
ഉറ്റവരായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു പക്വമായ നിലപാടുകൾ എല്ലാ രംഗത്തും നമ്മൾ പുലർത്തുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ മാസം അല്ലെ റബീഉൽ അവ്വലിൻ്റെ മാസമാണ്. പ്രവാചകൻ്റെ ഈ ചരിതങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ? അത് നമ്മളൊന്നും പുലർത്തലില്ല. റോഡ് ബ്ലോക്കാക്കി ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി നടത്തുന്ന ഘോഷയാത്രയാണെങ്കിലും മറ്റുള്ള പ്രവൃത്തിയാണെങ്കിലും അതൊക്കെ ഹറാമിൻ്റെ പരിധിയിൽ തന്നെയാണ് പെടൽ. അതുകൊണ്ട് എന്തായിരിക്കണം, റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്ന കാര്യത്തിൽ വിശ്വാസികൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കണം, പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റി മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി മൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. പ്രവാചകൻ്റെ സുന്നത്തുകളെ പിൻപറ്റി നമ്മൾ പ്രവാചകനെ ഇഷ്ടപ്പെടുക, പ്രവാചകനെ സ്നേഹിക്കുക. റബീഉൽ അവ്വലും പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കലും തമ്മിൽ എന്താണ് ബന്ധങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല, ഖുലഫാഉർ റാഷിദുകൾ കാണിച്ചിട്ടില്ല, സ്വഹാബാ കിറാം കാണിച്ചിട്ടില്ല, താബികൾ കാണിച്ചിട്ടില്ല, താബികളുടെ കാലഘട്ടത്തിലില്ല. എന്തിനേറെ മദ്ഹബിൻ്റെ ഇമാമിങ്ങളുടെ കാലഘട്ടത്തിൽ പോലും നബിദിനം ആഘോഷിക്കുന്ന ഒരു മാർഗം അവർ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം നമ്മൾ വിട്ടുനിൽക്കുക. പ്രവാചകൻ്റെ ചര്യകളും പ്രവാചകൻ്റെ സ്വഭാവ സവിശേഷതകളും നമ്മൾ പിൻപറ്റുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പള്ളി പരിപാലന ഫണ്ട് എല്ലാ ആഴ്ചയും നമ്മൾ സൂചിപ്പിക്കാനുള്ളതാണ്. കാര്യമായിട്ട് അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, സംഭാവന നൽകുക. ബക്കറ്റുകൾ നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മുടെ മദ്രസ ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമ്മൾ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളെയൊക്കെ രക്ഷിതാക്കൾ കൃത്യസമയത്ത് തന്നെ എത്തിക്കുക. നമുക്കിടയിൽ രോഗികളായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ നമസ്കരിക്കാനും ജുമാ നമസ്കാരങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരുന്ന പല ആളുകളും രോഗശയ്യയിലാണ്. അവരൊന്നും പലപ്പോഴും ഇങ്ങനെയുള്ള നമസ്കാര കാര്യങ്ങളിലൊന്നും അവർ കൃത്യമായി പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകണം. അള്ളാഹു അങ്ങനെയുള്ള എല്ലാ രോഗികളായ ആളുകൾക്കും അള്ളാഹു പൂർണ്ണമായ ശമനം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ലോകത്ത് വിശ്വാസികളായ ആളുകൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. ആ സമൂഹത്തിന് അള്ളാഹുവിൻ്റെ വിജയവും കാരുണ്യവും സഹായവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.